ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാധന എന്ന പേരിൽ ലോഗോസ് ബൈബിൾ കിസിന്റെ കോച്ചിങ്ങിനായിട്ട് ഒരു ചാനൽ 3 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ഞാൻ ആ ചാനൽ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ ആ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ അത് ലോഗോസിന്റെ കോച്ചിങ്ങിനായിട്ടുള്ള ചാനലല്ല. നമ്മൾ പഠിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അഭ്യസിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ആധികാരിക ഗ്രന്ഥമായ വിശുദ്ധ തോമസ് എക്കംബസിന്റെ ക്രിസ്താനുകരണം എന്ന ഈ ഗ്രന്ഥം, ഇതിന്റെ ഓരോ ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കേണ്ടതെന്ന് ഉള്ള ഒരു ഇതായിട്ടാണ് ഓരോ അധ്യായങ്ങളായിട്ട് നമുക്ക് നോക്കിയിട്ട് ഞാനും പഠിക്കുന്നു, ഇത് കാണുന്നവർക്കും പഠിക്കത്തക്ക രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസ സഭയിലെ ഒരു പുരോഹിതനായിരുന്നു ഫാദർ തോമസ് എക്കംബസ്. അദ്ദേഹം രചിച്ച പുരാതനമായ ഗ്രന്ഥമാണിത്. ഇത് ഈശോനാഥൻ നമ്മോട് പങ്കുവച്ചിട്ടുള്ള സനാതന തത്വങ്ങളെ, സനാതന മൂല്യങ്ങളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അഭ്യസിക്കണം, എങ്ങനെ അത് പ്രാവർത്തികമാക്കണം, യഥാർത്ഥത്തിൽ മിശിഹായെ അനുകരിക്കുക എന്നതാണ് ഒരു ഭക്താത്മാവിന്റെ യഥാർത്ഥമായ അഭ്യാസം എന്ന് അവിടുന്ന് നമ്മളെ ഈ ബുക്കിലൂടെ പ്രബോധിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരു വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ 2 ഗ്രന്ഥങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് ക്രിസ്താനുകരണം, രണ്ടാമത്തേത് മരിയാനുകരണം. ഈ 2 ഗ്രന്ഥങ്ങളിലൂടെയും നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം ജീവിച്ചിരുന്ന ജീവിതം എത്ര വിശുദ്ധിയുള്ളതായിരുന്നു. അതിന്റെ സുഗന്ധം, ആ വിശുദ്ധിയുടെ സുഗന്ധം ഈ ഗ്രന്ഥത്താളുകളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ അത്ര വിശിഷ്ടമായ ലോക സാഹിത്യത്തിൽ തന്നെ ബൈബിള് കഴിഞ്ഞ, വിശുദ്ധ ഗ്രന്ഥം കഴിഞ്ഞ സഹൃദയരെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഗ്രന്ഥമായിട്ടാണ് ക്രിസ്താനുകരണത്തിനെ പ്രകീർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ വൈശിഷ്ട്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഗ്രന്ഥം 4 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് ഒരു പരിവർത്തനം തന്നെയാണ്. അതായത് നമ്മൾ ഒന്നാമത്തെ പുസ്തകത്തില് നമ്മൾ മിശിഹായിയുമായിട്ട് നമ്മൾ ഐക്യപ്പെടുന്നതിന് നമുക്കൊരു അടിസ്ഥാനപരമായ ശുദ്ധീകരണം ആവശ്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് അധ്യായം 4 22 മുതൽ 24 വരെ വാക്യങ്ങളില് നമുക്ക് കാണാൻ പറ്റും, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് മിശിഹായെ ധരിക്കണം എന്ന ഒരു വചനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ധരിക്കുന്നതിനുള്ള കളമൊരുക്കലാണ് ആദ്യത്തെ പുസ്തകത്തിൽ. എങ്ങനെയാണ് നമ്മൾ മിശിഹായെ ധരിക്കേണ്ടത്, അപ്പോൾ അതാണ് ഒന്നാം പുസ്തകം. അതിലൂടെ നമുക്ക് അടിസ്ഥാനപരമായ ഒരു ശുദ്ധീകരണം ലഭിക്കുന്നു. അതിലൂടെ അടുത്ത പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുരിശിന്റെ രാജകീയ വീഥിയിലൂടെ നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നതാണ്. അതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ. അപ്പോൾ ഈ രണ്ടാമത്തെ പാതയിലൂടെ നമ്മൾ കടന്ന് 3-ാമത്തെ ഘട്ടമായ വിശുദ്ധീകരണത്തിലെത്തുന്നു. അവിടെ ഒരു ആന്തരിക സല്ലാപമാണ്. മിശിഹായെ അനുകരിച്ചിട്ട് മിശിഹായുമായിട്ട് നമ്മുടെ ആത്മാവ്, ദിവ്യ ആത്മാവുമായിട്ടുള്ള ഒരു സല്ലാപം നടക്കുന്ന ഒരു സ്റ്റേജാണ്. അതിനുശേഷം ഇത്രത്തോളം വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ് ഇഹത്തില് മിശിഹായുമായിട്ടുള്ള സംയോജനം വിശുദ്ധ കുർബാനയിലൂടെ കണ്ടെത്തുന്നതും. അപ്പം യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരണം നമുക്ക് സംഭവിക്കുന്നത് വഴി ഇഹത്തിൽ തന്നെ നമുക്ക് ഈശോയുമായിട്ട് സംയോജനം നടക്കുന്നത് എങ്ങനെയെന്ന് ആണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗ്രന്ഥം വായിക്കേണ്ടത് വെറുതെ ഒരു പുസ്തകം പോലെ വായിച്ച് തീർക്കേണ്ട ഒരു ഗ്രന്ഥമല്ലിത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു പ്രാക്ടിക്കൽ ഗൈഡാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇത് അഭ്യസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിന്റെ ഓരോ വാക്കുകളും നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിലേക്ക് ഗ്രഹിക്കണം. ശേഷം ഇതിനകത്ത് വിചിന്തനത്തിന് വേണ്ടി ഒരു ഭാഗം തന്നിട്ടുണ്ട്. അത് നമ്മൾ വിചിന്തനം ചെയ്യണം. അതിനകത്ത് നമ്മൾ പഠിച്ചത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അനുസ്മരണ വിഷയവും അഭ്യാസവും ഉണ്ട്. ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മിശിഹായുടെ ഈശോനാഥൻ പറഞ്ഞു തന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥമാണ് മിശിഹാനുകരണം.
അപ്പോൾ അതേ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ ഓരോ അധ്യായങ്ങളെയും സമീപിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമുക്കിതിന്റെ ഓരോ അധ്യായങ്ങളെയായിട്ട് നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.